ഹായ് ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്നെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോയാലോ? നിങ്ങളൊക്കെ റെഡിയല്ലേ കാണാൻ വേണ്ടിയിട്ട്? അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ദോശ നമ്മൾ ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ദോശയ്ക്കുള്ളതും കൂടെ അരച്ചെടുക്കാറുണ്ട്. അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളത് രാവിലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നെയ്യല്ല എണ്ണ തേച്ച് കൊടുക്കണുണ്ട് കേട്ടോ. ദോശയിൽ എണ്ണയൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെന്താ കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ അപ്പൂസിന് പനിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയൊന്നും ശരിക്കും ഉറപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴാണ് ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമല്ല 2 പ്രാവശ്യം അപ്പൂസിന് മരുന്നൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആദ്യം എണീറ്റിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പം മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നെ അടുക്കളയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് മനു വന്നിട്ടുണ്ട് കേട്ടോ. അവൻ ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നു. വേറൊന്നുമല്ല, കാരണം ഇന്നലെ ഞാൻ കുറച്ച് നേരം കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരോരോ കാര്യത്തിന് വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ എനിക്ക് അവിടെ അടുക്കളയിൽ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ നിറച്ച് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് ചമ്മന്തിക്കുള്ളത് തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടണിയല്ല കേട്ടോ, ദോശയ്ക്ക് ഇന്ന് ചമ്മന്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടേ. ഒരുപാട് അരച്ചെടുക്കാറില്ല, അല്ലാതെ നമ്മളിങ്ങനെ പൾസ് ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് ചമ്മന്തി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ മുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ ഒരു 2 അല്ലി ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശയും കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഉണക്കമീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറി വയ്ക്കാനും വറക്കാനും വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ഉപ്പൊക്കെ പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് നേരം കൂടുതലായിട്ട് തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ മത്തിയാണ് കേട്ടോ, ഉണക്ക മത്തിയാണ്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ തന്നെ ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പോവാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ അവിടെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചോറും അപ്പൂസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിതേ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വർക്കിന് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മളെ അടുത്ത ഒരു വീടുണ്ടല്ലോ, പണി കഴിഞ്ഞിട്ടില്ല, ആ ഒരു വീടുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്തോ JCB ഒക്കെ വന്നിട്ട് മണ്ണൊക്കെ മാന്തി റെഡിയാക്കിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പൂസും മനു വന്നിരിക്കുന്നുണ്ട് കേട്ടോ. വലിയ JCB അല്ല, ചെറുത് ഹിറ്റാച്ചു ആണ് തോന്നുന്നു കേട്ടോ പേര്. ഞാൻ കഥകളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഹിറ്റാച്ചു ആണെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ അതവിടെ പണിയെടുത്തുകൊണ്ടിരിക്കണതുണ്ട്. ഈ ഒരു സൈഡിലായതുകൊണ്ട് തന്നെ അപ്പൂസിനും മനുവിനും നല്ല ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് അവരിങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിലും ഇവിടെ വെയിൽ വന്നിട്ടില്ല കേട്ടോ, നല്ല മഴക്കാറുണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല രീതിയിൽ തന്നെ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, അത് അപ്ലോഡ് ആവാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അതവിടെ നടക്കട്ടെ. അപ്പോൾ ഇന്നലെ രാത്രി 10 മണി 11 മണിയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ മഴ ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ചൂലിങ്ങനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നല്ലോ. അപ്പം അങ്ങനെ ചൂലൊക്കെ നന്നാക്കി കഴിഞ്ഞു, ഈർക്കലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മട്ടൽ വെട്ടിയെടുക്കാനുള്ളതൊക്കെ അങ്ങനെ അതൊക്കെ ഇന്നലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് തീരില്ല, 3 മട്ടലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഫ്രണ്ടിലത്തെ തെങ്ങിൽ കയറിയപ്പോൾ അതൊന്ന് ഇടിയിച്ചതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അത് ചൂലുണ്ടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങുക കേട്ടോ. പക്ഷേ അതങ്ങോട്ട് തീർന്ന് കിട്ടിയാലേ നമുക്കൊരു സമാധാനം ആവുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതവിടെ അങ്ങോട്ട് ഇട്ടിട്ട് പോരാൻ
തോന്നണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ അങ്ങനെയാണ് കേട്ടോ. എല്ലാവരും അങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് തീർന്നാലൊരു സമാധാനമാണ് കേട്ടോ. ഒന്നുമില്ല, വേറെ എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് ഓൽക്കടി ഉണ്ട്. അത് കഴിയുന്നത് വരെ നമുക്കത് ഒരുപാട് സ്പേസ് അതിനിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ മഞ്ഞൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈർക്കിൽ അതിന്ന് എടുക്കുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കൈ നനഞ്ഞിട്ടും ഒട്ടിയിട്ടൊക്കെ ഇരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യണത് കേട്ടോ. നേരെ മറിച്ച് പുല്ലൊക്കെ പറിക്കുന്ന ഒരു പണിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തീർക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയൊന്നുമില്ല കേട്ടോ. അതവിടെ ഇടും. പിന്നെ നമ്മൾ പിറ്റേ ദിവസം വേറെ പണിയാണ് എടുക്കുക. പിന്നെ എപ്പോഴെങ്കിലും പുല്ല് നിറഞ്ഞിട്ടായിരിക്കും അടുത്ത പണി എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങി വെച്ചതായിരുന്നു. പക്ഷേ ഞാനത് ഫുള്ളാക്കിയിട്ടാണ് പിന്നെ തീർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മളിവിടെ മുരിങ്ങ പിന്നെയും നാവിൽ വരുന്നത് കേട്ടോ. മീൻ കറി ഉണ്ടാക്കാനും വറക്കാനും വേണ്ടിയിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് വേണ്ട തേങ്ങയും കൂടെ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരച്ച് മാറ്റി വെച്ചു. അതിനിടയ്ക്ക് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കറണ്ട് വന്ന ടൈമിൽ വേഗം നാളികേരം അരച്ച് വെച്ചതിന് ശേഷമാണ് മീൻ നന്നാക്കിയതും കറി ഉണ്ടാക്കാൻ തുടങ്ങിയതൊക്കെ. അങ്ങനെ കറിയിൽ തേങ്ങ അരച്ച് കൊടുത്തു. അതൊക്കെ ഒന്ന് ആയതിന് ശേഷം നമ്മൾ മീൻ വറുത്തെടുക്കാനുള്ളതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റൗവിൻ്റെ ലൈറ്റർ ഉണ്ടല്ലോ, ആ ലൈറ്റർ കേട് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ തീപ്പെട്ടി വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനത് കത്തിച്ചെടുക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് പോകുന്ന ദിവസം ലൈറ്റർ വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ പറയണം. അത് വിട്ടുപോകും കേട്ടോ. 1-2 പ്രാവശ്യം ഇപ്പോൾ പുറത്ത് പോകേണ്ടി വന്നു, എന്നാലും അത് വിട്ടുപോയേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൂസിനെ കുളിപ്പിക്കാനൊന്നും വയ്യ, മേല് കഴുകിക്കണം. അപ്പോൾ ഏതായാലും നല്ല ഒരു ഉച്ച ആയിക്കോട്ടെ, ചൂടൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ വേഗം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുണിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, ഇന്നലത്തെ വീഡിയോ തീരെ ലെങ്ത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നു, അപ്പൂസിന് പനി ആയതുകൊണ്ട് എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റണില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു തീരെ ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം 10 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഉച്ച വരെയുള്ള വീഡിയോയിൽ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ തുണിയൊക്കെ മടക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നു. അപ്പോൾ ഒരു ടൈമിൽ ഇവർ TV കാണുന്നുണ്ടേ. പപ്പൂസിന് തുണി മടക്കി വെക്കാൻ ഇപ്പോൾ വലിയ ഉത്സാഹമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ അവനെ അടങ്ങിയിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി മനു ഇരുന്ന് കാണുന്നത് പോലെയൊന്നും അപ്പൂസ് ഇരുന്ന് കാണുന്നില്ല കേട്ടോ. അവൻ അതിനിടയ്ക്ക് എഴുതലും കുത്തിവരയിലൊക്കെ ആയിട്ടൊരു ബുക്കും പേനയും വെച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ വേഗം തന്നെ അങ്ങോട്ട് മടക്കി വെച്ചിട്ട് കൊണ്ടുവയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതവിടെ നടക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ അപ്പൂസിൻ്റെ അംഗനവാടിയിൽ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസിൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്യൽ ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 31-ാം തീയതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ അപ്പൂസിന് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. അവനിപ്പോൾ പനി ആയതുകൊണ്ട് പോയിട്ടില്ല കേട്ടോ. ബുധനാഴ്ച ക്രിസ്മസ് ആയി, വ്യാഴം വെള്ളി അവൻ പോയിട്ടില്ല. ഇനിയിപ്പോൾ അത് എന്നാ പോകാൻ പറ്റുക എന്നുള്ളത് അതും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വിശേഷങ്ങളൊക്കെ എന്ന് പറയാൻ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. അതുപോലെ തന്നെ ഇനി നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. ഇനിയിപ്പോൾ 2-3 ദിവസത്തെ വീഡിയോയിൽ ഇത് തന്നെയാവും പറയാനുള്ളത് കേട്ടോ. അടുത്ത വർഷത്തെ കാര്യമായിരിക്കും പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ അടുത്തത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, നാളെ നമുക്ക് വീണ്ടും കാണാം. ബായ്.